ഈ ഡെർബി കണ്ടിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ഈ മാഞ്ചസ്റ്റർ ഡെർബി എന്ന പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണല്ലോ ഈ എൽ ക്ലാസിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ എൽ ക്ലാസിക്കോ ഞാൻ അതിന്റെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല, കാരണം അങ്ങനെ വീഡിയോ ചെയ്യാനും പാകത്തിനൊന്നും അവിടെ നടന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എൽ ക്ലാസിക്കോ കണ്ടിട്ട് എനിക്ക് ശരിക്കും എൽ ക്ലാസിക്കോ ഇതോ എന്ന് തോന്നിയൊരു പരിപാടിയായിരുന്നു. കാരണം നമ്മൾ കണ്ടിട്ടുള്ള എൽ ക്ലാസിക്കോസ് ഒന്നും അങ്ങനെയൊന്നും അല്ല. ഇത് കുറെ ഇപ്പം ഞാൻ ഈ ഡെർബിയും എൽ ക്ലാസിക്കോയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൽ ക്ലാസിക്കോയിൽ ഞാൻ എപ്പോഴും കാണുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് കുറെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കാണിക്കാനായിട്ട് നടക്കുന്ന കുറെ പ്ലെയേഴ്സ് ആണ് അവിടെ ഉള്ളത് എന്നാണ് എൻ്റെ ഒരു ഫീൽ. അങ്ങനെ കുറെ ഈ വിനീഷ്യസിനെയൊക്കെ പോലെയുള്ള പ്ലേയേഴ്സ് മെയിൻലി എടുത്ത് പറയുകയാണെങ്കിൽ അവർ ഇൻഡിവിജ്വലി എന്തൊക്കെയോ കാണിക്കുന്നു. എന്താണ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണോ ഫുട്ബോൾ എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ ഇന്ന് ഈ ഡെർബി ഒന്ന് എടുത്ത് നോക്കുക, എന്താ ടീം ഗെയിം. രണ്ട് ടീം, അപ്പം സിറ്റിയുടെ കയ്യിൽ നിന്ന് പോയി പരിപാടി, സിറ്റിക്ക് ഡിഫൻസ് പോയി, സിറ്റിക്ക് ഒന്നും നടക്കുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു എങ്കിൽ പോലും സിറ്റി അത്യാവശ്യം കട്ടയ്ക്ക് കളിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒക്കെ സിറ്റി കട്ട കളിയായിരുന്നു, സെക്കൻഡ് ഹാഫ് നിന്നാണ് സിറ്റിയുടെ കയ്യിൽ നിന്ന് പോകുന്നത്. പക്ഷെ യുണൈറ്റഡ് ഇന്ന് അൺബീറ്റഡ് ആണ്. യുണൈറ്റഡിന്റെ ഒരു ടച്ച്, യുണൈറ്റഡ് അവര് തമ്മിലുള്ള കണക്ഷൻ, പാസസ് ഒക്കെ ഭയങ്കര, നമ്മൾ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഓന്ന് വെക്കാൻ പാകത്തിൽ കുറെ എലമെന്റ്സ് ഇന്ന് യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഭയങ്കര ടീം ഗെയിമാണ് യുണൈറ്റഡ് നടത്തിയത്. എല്ലാവരും തമ്മിലുള്ള കണക്ഷനും കോർഡിനേഷനും ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ആയതുപോലെയാണ് എനിക്ക് യുണൈറ്റഡിന്റെ കളി കണ്ടിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് ഇവരുടെ കേസിൽ ഈ എൽ ക്ലാസിക്കോയിൽ എനിക്ക് അതൊന്നും ഫീൽ ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ടീം വർക്കോ ടീം ഗെയിമോ അല്ലെങ്കിൽ ഒരു ടീം ഗോൾ പോലും എനിക്ക് ഈ എൽ ക്ലാസിക്കോയിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസുകൾ ചെയ്യാൻ അവിടെ ആളുകളുണ്ട്, അവർ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡിന്റെ കേസുകൾ അറിയാലോ, ഇപ്പോൾ മാനേജറുടെ വിഷയങ്ങൾ, സാബിലോൺസെ സാക്ക് ചെയ്തിരിക്കുന്നു, ആള് പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്ത കുറെ പ്ലേയേഴ്സ്. ഇപ്പൊ ഒരു മാനേജർ പറഞ്ഞിട്ട് കേൾക്കാതെ ഒരു ടീം എങ്ങനെ മുമ്പോട്ട് പോകുമെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അത്ര പോലും ബോധമില്ലാത്ത കുറെ എണ്ണം. അപ്പോൾ അത് വിടുക. അപ്പം എൽ ക്ലാസിക്കോ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഒക്കെ ഒന്ന് ഈ കളി ഒന്ന് കണ്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇതിനെയാണ് ശരിക്കുമുള്ള റൈവലറി മാച്ച് എന്നൊക്കെ പറയുന്നത്.